സത്യം പറയാലോ, ലഞ്ച് ബോക്സിലേക്ക് പറ്റിയ നല്ല കിടിലൻ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം തന്നെ തിളപ്പിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 കപ്പ് ബസ്മതി റൈസ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ച് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്കായ, ബേ ലീഫ് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുനുകുനാന്നിരുന്ന ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഫ്രോസൺ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. കൈപ്പിടി നിറയെ മല്ലിയിലും കൂടി ചേർക്കാൻ മറക്കരുത്, നല്ല ഫ്ലേവർ ആയിരിക്കും. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുത്താൽ നമ്മുടെ കിഡിലൻ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല. ഒരു മുട്ട പുഴുങ്ങിയതും കുറച്ച് പപ്പടം ഉണ്ടെങ്കിൽ കാര്യം തീർന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ ആദ്യത്തെ ലഞ്ച് ബോക്സ് വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കിഡിലൻ ഒരു റൈസാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.